സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ശേഷം ആദ്യമായി CPI സ്ഥാനാർത്ഥി അനിരാജ വയനാട്ടിലേക്ക് എത്തുകയാണ്. എന്താണ് പ്രതീക്ഷ വയനാട് മണ്ഡലത്തിൽ? പ്രതീക്ഷയെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇവിടെ 20 മണ്ഡലങ്ങളിലും ഈ സംസ്ഥാനത്തെ 20 മണ്ഡലങ്ങളും സ്ഥാനാർത്ഥിയെ നിർത്തിയിട്ടുണ്ട്. അതിൽ ഒരു മണ്ഡലം വയനാടാണ്. വയനാട്ടിലെ സ്ഥാനാർത്ഥി ഇടതുപക്ഷ മുന്നണിയുടെ സ്ഥാനാർത്ഥി തീർച്ചയായും വിജയിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു മത്സരമാണിത്. വിജയിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷ. ഇപ്പം ഈ മണ്ഡലത്തിന്റെ അതിർത്തിയിൽ നിന്നും ജനങ്ങൾ ഇങ്ങോട്ടേക്ക് സ്വീകരിച്ചു കൊണ്ടുവരുമ്പോൾ റോഡിന്റെ 2 സൈഡിലും നിൽക്കുന്ന പല വിഭാഗം മനുഷ്യരുമുണ്ട്, വോട്ടർമാരുണ്ട്. അവരുടെയൊക്കെ മുഖത്ത് കാണുന്ന ഒരുപക്ഷെ ഒരു ആശ്വാസത്തിൻ്റെതായ ഒരു സന്തോഷവും അതിന്റെ ഒരു ചിരിയും ഒക്കെ കാണുമ്പോൾ തീർച്ചയായും ഈ മണ്ഡലത്തിലെ ജനങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിക്ക് അനുകൂലമായി ചിന്തിക്കും. അതിനനുസരിച്ച് അവർ വോട്ട് ചെയ്യുമെന്നുള്ള ഒരു വിശ്വാസമാണ് ഇപ്പോൾ ഈ തുടക്ക സമയത്ത് എനിക്കുള്ളത്. വയനാട് മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം നിരവധി വികസന പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ ഒരു ജയിച്ചു വന്നു കഴിഞ്ഞാൽ എന്തൊക്കെ പ്രഖ്യാപനങ്ങളായിരിക്കും? അതെ, ആ വികസന പ്രശ്നങ്ങളൊക്കെ തന്നെ ഇവിടെ എന്തെല്ലാം കുറവുണ്ടോ ആ കുറവുകളെ കുറിച്ചും എന്തെല്ലാം പുതിയതായി നമുക്ക് വികസനം കൊണ്ടുവരണമോ അതിനെക്കുറിച്ചൊക്കെ തന്നെ ഉത്തരവാദിത്തോടെ അത് ഏറ്റെടുക്കുക, അത് നിർവഹിക്കുക എന്നുള്ളതിനാണല്ലോ ജനങ്ങൾ നമ്മളെ തെരഞ്ഞെടുക്കുന്ന വോട്ടർമാർ. അപ്പോൾ അതിനനുസരിച്ച് തീർച്ചയായിട്ടും ജനങ്ങളുടെ പ്രതീക്ഷയ്ക്കൊത്ത് തീർച്ചയായും വരും. അതിന് ഇനിയും നമുക്ക് കടമ്പകൾ കടക്കേണ്ടതുണ്ട്. അപ്പോൾ അതുകൊണ്ട് ജനങ്ങളുമായി ചേർന്ന് നിന്നുകൊണ്ട് ആ പ്രവർത്തനങ്ങളിൽ പങ്കാളിയാകുമെന്നുള്ളതാണ്.